എനിക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ കഴിയൂല. എന്റെ യുവാക്കൾ നന്നായി ചിന്തിക്കണം. ചിലർക്ക് അങ്ങനെ ഒരു തോന്നലാണ്, അങ്ങനെയൊന്നും ഇപ്പം ജീവിക്കാനാവൂല. മുസ്ലിയാർ എന്ത് വയത് പറഞ്ഞാലും ശരി, ഉമ്മയും പാപ്പയും എന്ത് പറഞ്ഞാലും ശരി, അങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയൂല. അങ്ങനെ ഒരു ചിന്ത വന്നു പോകല്ലേ യുവാക്കളെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം തന്നെ, കഴിഞ്ഞ ആഴ്ച ഇതേപോലത്തെ ഒരു ദിവസം സുബ്ഹാനല്ലാഹ്, സിറാജുൽ ഹുദയിലെ ഒരു ചെറുപ്പക്കാരനായ കുട്ടി, ആ കുട്ടി പരീക്ഷ എഴുതി വന്നതാണ്. രണ്ടാമത് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി പോയി ഇരുന്നതാണ്. അവന്റെ കൂട്ടുകാരായ കുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന സമയത്ത് ഇവനങ്ങോട്ട് മറിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാര് പറയുന്നു മരിച്ചുപോയി. യാതൊരു രോഗവുമില്ല. അല്ലാഹു ആ കുട്ടിക്ക് സ്വർഗം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഇങ്ങനെ മരിക്കുന്ന എത്ര ആളുകളുണ്ട്. ഉറങ്ങിക്കിടന്നാൽ ഉറക്കത്തിൽ മരിച്ചുപോയ എത്ര ആളുകൾ എനിക്കറിയാൻ കഴിയും. എൻ്റെ കൂടെ ഒന്നായി SSFന്റെ പ്രവർത്തനം നടത്തിയ മഹമ്മൂദ് കടവത്തൂര്, നല്ല അന്തസ്സുള്ള നല്ല ബോഡിയുള്ള ചെറുപ്പക്കാരൻ, ഉറങ്ങിക്കിടന്നതാണ്. നേരം വെളുത്തപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര ആളെ എനിക്ക് തന്നെ പറയാൻ കഴിയും. ഞാനിത് പറയുന്നത് എന്തിനാണ്? എൻ്റെ യുവാക്കളെ ചിന്തിക്കണം. സമയം ഉണ്ടോ, കണക്കുണ്ടോ നമ്മുടെ മരണത്തിന്? അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകട്ടെ.